അമേരിക്കൻ തീരുവ ഭീഷണിയെ നേരിടാൻ യൂറോപ്പുമായുള്ള ബന്ധം ശക്തമാക്കാൻ ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി സംസാരിച്ചു. ചർച്ചയിൽ ഇന്ത്യ യൂറോപ്പ് വ്യാപാര കരാർ ഉടൻ ഒപ്പിടാനും മിഡിൽ ഈസ്റ്റുമായി ചേർന്നുള്ള സാമ്പത്തിക ഇടനാഴി തുറക്കാനും ധാരണയായി. അതേസമയം ഇന്ത്യക്കെതിരെ ചുമത്തിയ തീരുവകൾ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനാണെന്ന് ഡൊണാൾഡ് ട്രംപ് US സുപ്രീം കോടതിയിൽ വാദിച്ചു. വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, എന്തൊക്കെയായിരുന്നു ചർച്ചയിൽ ഉന്നയിച്ച കാര്യങ്ങൾ, എന്തൊക്കെയായിരുന്നു ചർച്ചയിലെ തീരുമാനങ്ങൾ? അനുശ്രീ, ഹാപ്പി ഓണം. ഇന്ത്യ US ഈ തീരുവ പ്രശ്നങ്ങൾ ഇപ്പോഴും വളരെ സജീവമായി തന്നെ തുടരുകയാണ്. അതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായിട്ട് ടെലിഫോൺ വഴി ബന്ധപ്പെട്ടത്. അദ്ദേഹം സംസാരിച്ചത് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റായിട്ടുള്ള അന്റോണിയോ കോസ്റ്റയുമായിട്ടും അതുപോലെ തന്നെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായിട്ടുള്ള ഉർസുല വോൺ ഡർ ലെയ്നുമായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും ഇന്ത്യ യൂറോപ്യൻ വ്യാപാര കരാർ ഉടൻ തന്നെ ഒപ്പിടാൻ ഒരു ധാരണയായിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നാളായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനു മുൻപ് ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യ UK വ്യാപാര കരാർ ഒപ്പിട്ടത്. അതിനുശേഷം ഇപ്പോൾ അടുത്ത് യൂറോപ്യൻ യൂണിയനുമായിട്ടും ആ സമയം മുതൽ തന്നെ ചർച്ചകൾ നടക്കുകയായിരുന്നു. ഈ ചർച്ചകൾ കുറച്ചുകൂടി സജീവമാക്കി യൂറോപ്പുമായിട്ടുള്ള വ്യാപാര കരാർ ഒപ്പിടാൻ തന്നെയാണ് ഈ ധാരണയായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴി തുറക്കാനും ഇതുവഴി വ്യാപാരം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ US-ഉമായിട്ടുള്ള ഒരു ബന്ധം, അത് ഈ താരിഫ് പ്രശ്നം വന്നതിന് ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ അടുത്ത മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അതുപോലെ തന്നെ യൂറോപ്പുമാണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വ്യാപാരമുള്ള രണ്ടാമത്തെ രാജ്യം സൗദി അറേബ്യയും അതുപോലെ തന്നെ മൂന്നാമത്തെ രാജ്യം നെതർലാൻഡ്സുമാണ്. അത് കഴിഞ്ഞ് 4ാം സ്ഥാനമാണ് ചൈനയ്ക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ചൈനയും റഷ്യയുമായിട്ടൊരു ധാരണയായിട്ടുണ്ടെങ്കിലും അതൊന്നും ഇന്ത്യയെ സാമ്പത്തികമായി ഒരു ഉന്നമനത്തിൽ എത്തിക്കാൻ, സാമ്പത്തികമായി അമേരിക്കയുമായി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഫലപ്രദമാകില്ല. ഇതിൽ കൂടുതൽ ഒരു ഫലപ്രദമാവുക തീർച്ചയായിട്ടും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ടും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമായിരിക്കും. ഇതിൻ്റെ ഒരു ആദ്യ പടിയെന്നോണമാണ് യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി ഈ ചർച്ചയിലൂടെ ഇത്തരത്തിൽ ഈ വ്യാപാര കരാർ ഒപ്പിടാനും അതുപോലെ തന്നെ സാമ്പത്തിക ഇടനാഴി തുറക്കാനും ധാരണയായത്. അതുപോലെ ഈ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ യുദ്ധത്തെപ്പറ്റി സംസാരിച്ചിരുന്നു. യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയുടെ എല്ലാവിധ പിന്തുണയും നൽകുന്നതായി പറഞ്ഞു. അതുപോലെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ തീരുവ പ്രഖ്യാപനങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു അമേരിക്കൻ സെഷൻസ് കോടതി നടത്തിയ ഒരു വിധി പ്രസ്താവം. ഈ ട്രംപ് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചിട്ടുള്ള അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം, ഇതനുസരിച്ചാണ് വിവിധ രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്തിയത്. ഈ അധികാരം നിയമവിരുദ്ധമാണെന്നും ട്രംപിന് ഇത് ചുമത്താനാകില്ല എന്നും ഈ സെഷൻസ് കോടതി വിധി പറഞ്ഞിരുന്നു. ഒക്ടോബർ 14 വരെ മാത്രമേ ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്താനുള്ള ഒരു പരിധിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഇതിനുശേഷം ഈ തീരുവ നിർത്തണമെന്നും കോടതി പറഞ്ഞിരുന്നു. ഇതിലൊരു അപ്പീലുമായിട്ടാണ് ട്രംപ് ഭരണകൂടം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിൽ ഇന്ത്യയുടെ കാര്യവും പരാമർശിക്കുന്നുണ്ട്. ഇതിൽ ട്രംപ് വാദമായിട്ട് പറഞ്ഞത് ഇന്ത്യക്ക് മേൽ ട്രംപ് പ്രഖ്യാപിച്ച തീരുവ അത് റഷ്യയുമായിട്ട് നടത്തുന്ന വ്യാപാരം, ഇതിലൂടെ റഷ്യയ്ക്ക് യുക്രൈനിൽ യുദ്ധം നടത്താൻ സാമ്പത്തിക സഹായം ലഭിക്കുന്നതായും യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയതുമെന്നാണ് ട്രംപ് ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ ഒരു വാദം ഉന്നയിച്ചത്. എന്തായാലും ട്രംപ് നിലപാട് കടുപ്പിക്കുമ്പോൾ ഇന്ത്യ മറ്റ് വഴികൾ തേടി ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അനുശ്രീ, ശരി. അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉടൻ സംസാരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടായിരുന്നു ട്രംപിന്റെ പ്രതികരണം.